സിബി മാത്യു എന്ന മുൻ പോലീസ് ഓഫീസർ മലയാളികൾ ഇങ്ങനെ മരിക്കണോ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. കേരളത്തിലെ ആത്മഹത്യകളെ കുറിച്ചാണത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് പോലെ ദേശീയ ശരാശരിയേക്കാളും കേരളത്തിൽ ആത്മഹത്യ കൂടരുത് എന്നതുകൊണ്ട്. വല്ലാത്തൊരു കുരുത്തം കെട്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരം സംഗതികളൊന്നും മേടിക്കാൻ പറ്റാത്ത ആളുകളുടെ ചില ഹിക്കുമത്തുകളുണ്ട്, അതും നമ്മൾ തിരിച്ചറിയണം. കേരളത്തിൽ വ്യാപകമായി മേടിക്കാൻ കിട്ടുന്ന ഒരു പശ, അതിൻ്റെ പേരോ സൂചനയോ നിറം പോലുമോ ഞാൻ പറയില്ല, കാരണം എന്നെ കേൾക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്. കേരളത്തിൽ വ്യാപകമായി ലഭിക്കുന്ന ഒരു പശ, ഒരു ഗം, അത് പോളിത്തീൻ കവറിലേക്ക്, പ്ലാസ്റ്റിക് കവറിലേക്ക് ഇറ്റിച്ച് ഒന്നിങ്ങനെ ഉരസി ചൂടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ മൂക്കിനോട് പിടിച്ചാൽ തന്നെ സ്വപ്നം കാണൽ തുടങ്ങും. ഒരു സ്കൂൾ വിട്ടിട്ടും കുറേ കുട്ടികൾ അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ ചില ചെറുപ്പക്കാർ പോയി നോക്കി. നമ്മുടെ ജില്ലയിൽ ഏകദേശം നമ്മുടെ അടുത്ത് അപ്പോൾ കുറേ എണ്ണം മയങ്ങിക്കിടക്കുകയാണ്, കുറേ എണ്ണം അർദ്ധബോധത്തിലാണ്, കുറേ എണ്ണം വരെ കാണുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറും പിടിച്ച് ഓടുന്നു. എന്തായിരുന്നു സംഭവം? ഒരു കുട്ടി അന്ന് ഈ ഗം വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവന്നു, പ്ലാസ്റ്റിക്കിൻ്റെ കവറും കരുതി. അത് കവറിലേക്ക് ഇറ്റിച്ച് ചൂടാക്കി അവൻ അതിങ്ങനെ ആസ്വദിച്ച് സ്വപ്നം കാണൽ തുടങ്ങി. കുറേ ആളുകൾ അത് അനുകരിച്ചു. സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ പോകാൻ കഴിയണില്ല, കാല് കയക്കുകയാണ്. കഫ് സിറപ്പുകൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇന്ത്യയിൽ ആദ്യമായി ബലാത്സംഗം എന്ന് പേരുള്ളൊരു പ്രത്യേകമായ ഡ്രഗുണ്ട്. ആദ്യമായി അത് ഇന്ത്യയിൽ ഉപയോഗിച്ചത് കേരളത്തിലെ മുസ്ലിം പേരുള്ള തട്ടട്ട് വളർന്നൊരു പെൺകുട്ടിയാണെന്നതുകൂടെ നമ്മൾ അറിയണം. 2023 കഴിഞ്ഞ പ്രാവശ്യം 24 അത്തരം കേസുകൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. 24 പിടിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 500 നടന്നിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുക. ഈ സാധനം ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ബലാത്സംഗം ചെയ്താൽ പോലും അറിയില്ല എന്നാണ്. അതുകൊണ്ട് അതിന് അങ്ങനെ പേര് വന്നത്. ഇത്തരമൊരു കാലത്ത് എങ്ങനെയാണ് നമ്മുടെ മക്കളെ നീതിയുക്തരായിട്ട് നടത്തുക? എങ്ങനെയാണ് ദീനിന് ഉപകാരപ്രദമായ രീതിയിൽ വളർത്തുക?